നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച ഒന്നായിരുന്നു ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം. എന്നാൽ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ് നിലവിൽ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് ഇത്. എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലായി 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കമാണ് കോടതി തടഞ്ഞത്. ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിമാനത്താവള പദ്ധതി വൻ പ്രചരണ ആയുധമാക്കാമെന്ന ഇടതുമുന്നണിയുടെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയേറ്റു. വലിയ വിമാനത്താവളങ്ങൾക്ക് പോലും 1200 ഏക്കർ ഭൂമി മതിയെന്നിരിക്കെ എന്തിനാണ് 2570 ഏക്കർ ഏറ്റെടുക്കുന്നതെന്ന് വ്യക്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് ജസ്റ്റിസ് സി ജയചന്ദ്രൻ ഉത്തരവിൽ ചോദിച്ചു. ഭാവി വികസനത്തിനാണ് ഇത്രയും ഭൂമി എന്ന സർക്കാരിന്റെ വാദം കോടതി തള്ളി. വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്നോ അവയ്ക്ക് എത്ര ഭൂമി വേണമെന്നോ വിശദീകരിക്കാൻ സർക്കാരിനായില്ല. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് നിർണായക വിധി. ഭൂമിയുടെ അളവ് സംബന്ധിച്ച് സാമൂഹികാഘാത പഠന റിപ്പോർട്ടും വിദഗ്ധ സമിതി റിപ്പോർട്ടും കോടതി ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഒരു പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി മാത്രമേ ഏറ്റെടുക്കാവൂ. ഈ കുറഞ്ഞ അളവ് നിശ്ചയിക്കാൻ പുതിയ പഠനം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. പഠന സംഘത്തിൽ വിമാനത്താവള സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ മുൻ തയ്യാറെടുപ്പുകളിലെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നാലെ വിമാനത്താവള പദ്ധതിയും നിയമക്കുരുക്കിലായത് CPM-ന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാകും. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ സർക്കാരിന്റെ കാലത്ത് നടക്കില്ലെന്ന് ഉറപ്പായതോടെ തെരഞ്ഞെടുപ്പിൽ ഇത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യതയുണ്ട്. കൊച്ചി വിമാനത്താവളത്തിന് 1300 ഏക്കറും കണ്ണൂരിന് 2300 ഏക്കറും ഉള്ളപ്പോൾ ശബരിമലയ്ക്ക് ഇത്ര വലിയ ഭൂമി എന്തിന് എന്ന ചോദ്യം ജനങ്ങൾക്കിടയിലും ചർച്ചയാകും. രണ്ടാം പിണറായി സർക്കാരിന് ഈ പദ്ധതിയിൽ ഇനി കാര്യമായി ഒന്നും ചെയ്യാനാകില്ല. നടപടിക്രമങ്ങൾക്കപ്പുറം നിർമ്മാണ ഉദ്ഘാടനം എന്ന സ്വപ്നമാണ് പൊളിയുന്നത്. ശബരിമലയെ പ്രചരണ ആയുധമാക്കാനുള്ള CPM നീക്കം പാളുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം ഇത് CPM-ന് വലിയ തിരിച്ചടിയാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എരുമേലിയിലെ ശബരിമല വിമാനത്താവളം ഏറ്റവും വലിയ പ്രചരണ ആയുധമാക്കാനായിരുന്നു CPM നീക്കം. ഇതാണ് പൊളിയുന്നത്. വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥരായ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഉത്തരവ്. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ളതാണ് ട്രസ്റ്റ്. 2013 നിയമപ്രകാരം ഒരു പദ്ധതിക്കായി ആവശ്യമുള്ള കുറഞ്ഞ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. കുറഞ്ഞ അളവ് ഭൂമി എത്രയെന്ന് നിശ്ചയിക്കാൻ വീണ്ടും സാമൂഹികാഘാത പഠനം നടത്തണം. പഠന സംഘത്തിൽ വിമാനത്താവള പദ്ധതിയെക്കുറിച്ചുള്ള അറിവുള്ള സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തണമെന്നത് അഭികാമ്യമാണെന്നും കോടതി പറഞ്ഞു. കേരളത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിന് മാത്രമാണ് 2300 ഏക്കർ ഭൂമിയുള്ളത്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് വിമാനങ്ങൾക്ക് യഥാക്രമം 1300, 700, 373 ഏക്കർ വീതം ഭൂമിയാണുള്ളത്. 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് എന്തിനാണെന്നതിൽ SIA റിപ്പോർട്ടിലും വ്യക്തമായ ഉത്തരമില്ല. ഭാവി വികസനത്തിനാണെന്ന സർക്കാർ വാദവും കോടതി മുഖവിലക്കെടുത്തില്ല.